ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മസാലക്കറിയാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്തെ കറിക്കുള്ള വെണ്ടയ്ക്ക നമുക്ക് പറിച്ചെടുക്കാം. നല്ല ഫ്രഷ് വെണ്ടയ്ക്ക തന്നെ ഇട്ട് കളയാം. നമ്മുടെ ഫ്രഷായിട്ട് പറിച്ചെടുത്ത വെണ്ടയ്ക്കയാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ. നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഈ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങോട്ട് ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്രൈ ആക്കിയൊന്നും വേണ്ട. ഇനി വെണ്ടയ്ക്കയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വെണ്ടയ്ക്കയ്ക്ക് കൂടെ ഒരു അല്പം ഉപ്പ് പിടിക്കണമല്ലോ. അതിലേക്ക് ഇടുന്നതിന് മുൻപായിട്ട് ഒരല്പം ഉപ്പ്. വെണ്ടയ്ക്ക നമുക്കൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. കൂടുതലങ്ങ് ഫ്രൈ ആക്കാനായിട്ട് ഇരിക്കണ്ട. ഇനി ഇതങ്ങ് നിർത്തിയേക്കാം. ഇവിടെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുകയാണ്. പെരുംജീരകം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഞാനൊരു 3 സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഒരു 3 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും കൂടെ ചേർത്ത് ഇതൊന്നുകൂടി നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കും. സവാളയൊക്കെ നന്നായിട്ടിത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിന് ചേർക്കാവൂ. ഇത് വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഉപയോഗിക്കാം. ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. നമ്മൾ ചേർത്ത പൊടിയുടെയൊക്കെ മണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. എന്ന് പറഞ്ഞാൽ 2 തക്കാളി ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഇതും കൂടി ഇതിന് കിടന്നിട്ട് മൊരിഞ്ഞ് വരും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ടൊമാറ്റോ നന്നായിട്ടത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിനെ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കും. അപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് വെന്ത് തിളച്ച് നന്നായിട്ടായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വന്നിരിപ്പുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 10 കശുവണ്ടിപ്പരിപ്പ് 2 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്.
കശുവണ്ടിയുടെ പേസ്റ്റ്. ഇല്ല, നല്ല ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയേ. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഹായ്, നമ്മുടെ വെണ്ടയ്ക്ക മസാല ഇവിടെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നിർത്തിയേക്കാം.